Honeysuckle textbook in English for class 6. Honeysuckle textbook in English for class 6. Lesson 6 Who I Am. Lesson 6 Who I Am. You already studied some lessons and poems in your English classes. But this lesson in your text is slightly different. Here we can see 6 children and their personal views. In your class, there may be 25 children or more. Look at each one. All are different in some way or other. Some are well at their studies. Some draw pictures. Some sings well. Some are good at sports. Some are very active and keep friendly relationships with everyone. We all are different related to our personality, talents, intelligence, etc. Students have multiple intelligence. This lesson is about personality and confidence building. നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്സിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ ക്ലാസ്സിലുള്ള പല കുട്ടികൾ അല്ലേ, നിങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തരായിട്ടുള്ള കുട്ടികളാണ് ഓരോ കുട്ടിയും നിങ്ങളുടെ ക്ലാസ്സിലുള്ളത്. ചിലർക്ക് പഠിക്കാനായിരിക്കും താല്പര്യം, ചിലർക്ക് സ്പോർട്സിലായിരിക്കും, ചിലർക്ക് സിംഗിങ്ങിലായിരിക്കും, ചിലർക്ക് ഡാൻസിലായിരിക്കും, ചിലർക്ക് ജിംനാസ്റ്റിക്സിലായിരിക്കും, ചിലർക്ക് ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് സ്ഥാപിക്കുന്നതിലായിരിക്കും, ചിലർക്ക് മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ് ആയിരിക്കും. അങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള കുട്ടികളാണ് നമ്മൾ ഓരോരുത്തരും. ഇപ്പോൾ ഒരു കുട്ടിയിൽ തന്നെ ഒരുപാട് ഇൻ്റലിജൻസ് ഉണ്ടാവാം. വിഷ്വൽ ഇൻ്റലിജൻസ് ഉണ്ടാവാം, വെർബൽ ഇൻ്റലിജൻസ് ഉണ്ടാവാം, ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ബോഡിലി ഇൻ്റലിജൻസ് ഉണ്ടാവാം. ഇങ്ങനെയുള്ള ആ പേഴ്സണൽ വ്യൂസ് എന്താണെന്നാണ് ഇവിടെ ഒരു 3-4 കുട്ടികളുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അവരുടെ പേഴ്സണൽ വ്യൂസ് നിങ്ങൾക്ക് ഈ ലെസണിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഓരോ കുട്ടിയും ഓരോരോ കാര്യങ്ങൾ അവരുടെ ടാലൻസിൽ, അവരുടെ ഇൻ്റലിജൻസിൽ, അവരുടെ പെർസെപ്ഷനിൽ ഒക്കെ തന്നെ വ്യത്യസ്തങ്ങൾ ആയിരിക്കും. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ലെസണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഇൻ ദിസ് ലെസൺ വി ക്യാൻ ഹിയർ ദ വോയിസസ് ഓഫ് രാധ, നസീർ, രോഹിത്, സർബ്ജിത്ത്, ഡോൾമ ആൻഡ് പീറ്റർ. ലെറ്റ് us find out how do they describe themselves. Before I start the lesson, let me tell you about intelligence. ചില ഇൻ്റലിജൻസ് എന്താണെന്നുള്ളതൊന്ന് നമുക്ക് നോക്കാം. അതായത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു വിഷ്വൽ ഇൻ്റലിജൻസ് നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. വിഷ്വൽ ഇൻ്റലിജൻസ് ഉണ്ട്, വെർബൽ ഇൻ്റലിജൻസ് ഉണ്ട്, ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് ഉണ്ട്, അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ് ഉണ്ട്, അല്ലെങ്കിൽ ബോഡിലി ഇൻ്റലിജൻസ് ഉണ്ട്, മ്യൂസിക്കൽ ഇൻ്റലിജൻസ് ഉണ്ട്, ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് ഈ വിഷ്വൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ? അതായത് വ്യക്തമായ രൂപങ്ങൾ, ഇമേജസ് നമ്മുടെ മനസ്സിൽ സൃഷ്ടിക്കപ്പെടാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ, ഒരു പിക്ചർ കണ്ടാൽ, ഒരു മാപ്പ് കണ്ടാൽ ഒക്കെ നമുക്ക് നമ്മുടെ മനസ്സിൽ വിഷ്വൽ ഇമേജസ് രൂപപ്പെടുത്താനായിട്ടുള്ളൊരു കഴിവ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടെന്ന് പറയും? വിഷ്വൽ ഇൻ്റലിജൻസ് ഉണ്ടെന്ന് പറയും. വെർബൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? വേർഡ്സും ലാംഗ്വേജും ഒക്കെ നല്ല കറക്റ്റായിട്ട് ഉപയോഗിക്കുക. നല്ല കവിതകൾ എഴുതാൻ, കഥകൾ എഴുതാൻ, നന്നായി ആശയവിനിമയം കൊടുക്കാൻ, മറ്റുള്ളവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനൊക്കെയുള്ള കഴിവുണ്ടെങ്കിൽ അവർക്ക് വെർബൽ ഇൻ്റലിജൻസ് ഉണ്ടെന്ന് പറയും. ഇനി മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂസ് റീസൺ, logic and numbers, always curious about the world around, you ask lots of questions and like to do experiments. അങ്ങനെയുള്ളവർക്കാണ് എന്ത്? മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ് ഉണ്ടെന്ന് പറയും. ഇനി ബോഡിലി ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്തോ? നമ്മുടെ ശരീരത്തിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ജിംനാസ്റ്റിക്സ് പോലെയുള്ളത്, ഡാൻസ് പോലുള്ള പെർഫോമൻസ് ഒക്കെ ചെയ്യാൻ, സ്പോർട്സ് ഇങ്ങനെയുള്ള പെർഫോമൻസ് ഒക്കെ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ബോഡിലി ഇൻ്റലിജൻസ് ഉണ്ടെന്ന് പറയും. മ്യൂസിക്കൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? play and enjoy music, you think about sounds, rhythms and patterns. അപ്പം മ്യൂസിക്കുമായി ബന്ധപ്പെട്ട താല്പര്യങ്ങളുള്ളവർക്ക് എന്തുണ്ട്? മ്യൂസിക്കൽ ഇൻ്റലിജൻസ് ഉണ്ട്. ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താ? യു ലൈക്ക് ടു അണ്ടർസ്റ്റാൻഡ് അതേഴ്സ്, യു ട്രൈ ടു സീ തിങ്സ് ഫ്രം അതർ പീപ്പിൾസ് പോയിൻ്റ് ഓഫ് വ്യൂ. മറ്റുള്ളവരുടെ മനസ്സിനെക്കുറിച്ച് മനസ്സിലാക്കാനും അവരുടെ ആശയങ്ങളും ചിന്തകളും നമുക്ക് ഉൾക്കൊള്ളാനും സാധിക്കുമെങ്കിൽ അങ്ങനെയുള്ളവർക്കാണ് ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് ഉണ്ടെന്ന്. അപ്പം ഈ ഓരോ വ്യക്തികൾക്കും പലതരത്തിലുള്ള ഇൻ്റലിജൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ കുട്ടികൾ അവരെക്കുറിച്ചുള്ള വ്യൂ പോയിൻറ്റ്സ് എന്താണ് നമുക്ക് തരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ലെസൺ 6 ഹൂ ഐ ആം, പാർട്ട് 1 മെനി വോയിസസ്. രാധ. My favorite activity is climbing trees. Just outside our house there is a mango tree which I love to go up. Its branches spread out, so it is simple to climb up the tree.
and I can sit comfortably in the fork of two branches. My mother tells me it is not sensible for girls to climb trees, but one afternoon she climbed up too, and both of us sat there talking and eating raw mangoes. When I am high up in the tree, I feel like I can rule the whole world. അപ്പോൾ രാധയുടെ ഒരു വ്യൂ പോയിൻറ്റ്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. രാധയുടെ ഫേവറേറ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? ക്ലൈംബിംഗ് ട്രീസ്. ഇനി അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു മാംഗോ ട്രീ ഉണ്ട്. ആ മാംഗോ ട്രീയിൽ ക്ലൈംബ് ചെയ്യുന്നത് അവൾക്ക് വളരെയേറെ ഇഷ്ടമുള്ള കാര്യമാണ്. ഐ ക്യാൻ സിറ്റ് കംഫർട്ടബിളി ഇൻ ദ ഫോർക്ക് ഓഫ് ടു ബ്രാഞ്ചസ്, അതായത് ബ്രാഞ്ചസിൻ്റെ കവട്ട എന്ന് നമ്മൾ പറയും അല്ലേ, അതിൻ്റെ ഇടയിൽ ഇരുന്നു കൊണ്ട് അവൾക്ക് ആ താഴേക്ക് നോക്കാനും ചുറ്റുവട്ടങ്ങൾ കാണാനും ഒക്കെയാണ് അവൾക്ക് ഇൻട്രസ്റ്റ്. പക്ഷേ അവളുടെ അമ്മ എപ്പോഴും അവളെ പറയുന്നുണ്ട്, മൈ മദർ ടെൽസ് മീ ഇറ്റ് ഈസ് നോട്ട് സെൻസിബിൾ ഫോർ ഗേൾസ് ടു ക്ലൈംബ് ട്രീസ്. നമ്മുടെ നാട്ടിലെ ഒരു ചിട്ടയാണല്ലേ, പെൺകുട്ടികൾ മരങ്ങളൊന്നും കയറാൻ പാടില്ല. പക്ഷേ ബട്ട് വൺ ആഫ്റ്റർനൂൺ, അങ്ങനെ കുട്ടിയോട് പറഞ്ഞിരുന്ന അമ്മ പോലും എന്ത് ചെയ്തു, ബട്ട് വൺ ആഫ്റ്റർനൂൺ ഷീ ക്ലൈംബ്ഡ് അപ് ടു ആൻഡ് ബോത്ത് ഓഫ് us സാറ്റ് ദർ ടോക്കിംഗ് ആൻഡ് ഈറ്റിംഗ് റോ മാംഗോസ്. അപ്പോൾ അവർ ആ മരത്തിൻ്റെ മുകളിൽ കയറുന്ന അമ്മയ്ക്കും മകൾക്കും ഒരുമിച്ചിരുന്ന് റോ മാംഗോ തിന്നാനും സംസാരിക്കാനായിട്ടും സാധ്യമായി. When I am high up in the tree, I feel like I can rule the whole world. തനിക്ക് കീഴെയാണ് ഈ ലോകം എന്നുള്ളൊരു ചിന്തയിലേക്ക് അവളെ എത്തിച്ചത് ഈ മരത്തിൽ കയറുന്നവർ. അപ്പം ധൈര്യപൂർവ്വം ഉയരങ്ങൾ കീഴടക്കാനുള്ളൊരു കഴിവാണ് രാധയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി അടുത്ത കുട്ടിയായിട്ടുള്ള നമുക്ക് നസീറിനെ ഒന്ന് നോക്കാം. When I grow up, I want to become a seed collector. We have cotton fields in our village and every year my father spends a lot of money on buying new seeds to grow our cotton plants. ഇവിടെ നസീർ പറയുന്നത്, നസീറിന് ആരായി തീരണം ഭാവിയിൽ? സീഡ് കളക്ടറായിട്ട് തീരണം, വിത്തുകൾ കളക്ട് ചെയ്യുന്ന ഒരാളായിട്ട്. എന്ത് വിത്തുകൾ കളക്ട് ചെയ്യുന്നത്? അവർക്ക് കോട്ടൺ ഫീൽഡ്സ് ആണല്ലേ, പരുത്തി കൃഷിയുള്ള ആൾക്കാരാണ്. അപ്പം അവൻ്റെ അച്ഛന് എല്ലാ വർഷവും കണ്ടോ, മൈ ഫാദർ സ്പെൻഡ്സ് ലോട്ട് ഓഫ് മണി ഓൺ ബൈയിങ് ന്യൂ സീഡ്സ് ടു ഗ്രോ അവർ കോട്ടൺ പ്ലാന്റ്സ്. ഈ പരുത്തി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ വർഷവും പുതിയ പുതിയ വിത്തിനങ്ങൾ വാങ്ങി അവരുടെ അച്ഛന് ഒരുപാട് രൂപ ചിലവാക്കുന്നുണ്ട്. മൈ ഗ്രാൻഡ് ഫാദർ ടോൾഡ് മീ ദാറ്റ് മെനി ഇയേഴ്സ് എഗോ he could collect the seeds from his own plants which could be sown to grow new plants during the next year. എന്നാൽ അവൻ്റെ മുത്തച്ഛൻ അവനോട് പറഞ്ഞു കൊടുത്തത് ഇതുപോലെ ഓരോ വർഷവും വിത്തുകൾ വാങ്ങേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നില്ല. നേരത്തെ അവരുടെ ഫീൽഡിൽ നിന്ന് കിട്ടുന്ന വിത്തുകൾ അവർ കളക്ട് ചെയ്ത് സൂക്ഷിച്ച് ഡ്രൈ ആക്കി വെച്ച് വീണ്ടും അടുത്ത വർഷം നെക്സ്റ്റ് വിതയ്ക്കുന്ന സമയമാകുമ്പോഴേക്കും ആ വിത്തുകളാണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഈ കാലഘട്ടത്തിൽ അത് സാധ്യമാകുന്നില്ല. ബട്ട് ടുഡേ ദാറ്റ് ഡസൻ വർക്ക്, സോ വി ഹാവ് ടു സ്പെൻഡ് മണി ടു ബൈ ന്യൂ സീഡ്സ് എവരി സിംഗിൾ ഇയർ. അപ്പോൾ ഈ കാലഘട്ടത്തിൽ അത് സാധ്യമാകാത്തത് കൊണ്ട് എല്ലാ വർഷവും ധാരാളം പണം ഈ വിത്ത് വാങ്ങാനായിട്ട് അവർക്ക് ഉപയോഗിക്കേണ്ടി വരുന്നു. ഐ വോണ്ട് ടു ഫൈൻഡ് ഔട്ട് വൈ ദാറ്റ് ഈസ് സോ. അപ്പം വളരെ വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തം ഫീൽഡിൽ നിന്ന് കിട്ടിയ വിത്തുകൾ ഉപയോഗിച്ച് പുതിയ സാപ്ലിങ്സ് ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. എന്നാൽ ഈ കാലഘട്ടത്തിൽ അത് എന്തുകൊണ്ട് സാധ്യമാകുന്നില്ല എന്ന് കണ്ടുപിടിക്കണമെന്നാണ് നസീറിൻ്റെ ആഗ്രഹം. ഐ വോണ്ട് ടു ലേൺ ഹൗ ടു പ്രിസർവ് സീഡ്സ് so that we can use them again and not spend money every year. അപ്പം നസീറിൻ്റെ ഫോക്കസ് എവിടേക്കാണെന്ന് നോക്കൂ. നസീറിന് കൂടുതലായിട്ട് റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു മനസ്സാണ് നസീറിന് ഉള്ളത്. ഇനി അടുത്തതായിട്ട് നമ്മൾ വരുന്നത് രോഹിത് എന്ന് പറയുന്ന കുട്ടിയിലേക്കാണ്. If I had a huge amount of money, I would travel and travel. I want to see the mountains of New Zealand because they look beautiful in a magazine picture. അപ്പം രോഹിത്തിനെ സംബന്ധിച്ചിടത്തോളം രോഹിത്തിൻ്റെ ആഗ്രഹം എന്താണ്? സഞ്ചാരിയാവാനാണ് അവൻ ആഗ്രഹം. കണ്ടോ, ഇഫ് ഐ ഹാഡ് ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി, എനിക്ക് ധാരാളം പണമുണ്ടായിരുന്നു, ഞാൻ എന്ത് ചെയ്യുന്നത്? ഐ വുഡ് ട്രാവൽ ആൻഡ് ട്രാവൽ എന്നാണ് പറഞ്ഞത്. അവൻ സഞ്ചരിച്ചു കൊണ്ടേ ഇരുന്നേനെ. അവന് എവിടെ എന്തൊക്കെ കാണണമെന്നാണ് അവൻ്റെ ആഗ്രഹം? ഐ വോണ്ട് ടു സീ ദ mountains of New Zealand because they look beautiful in a magazine പിക്ചർ. ഒരു മാഗസീൻ പിക്ചറിൽ അവൻ കണ്ടിട്ടുണ്ട് ന്യൂസിലാൻഡിലെ മൗണ്ടൻസിൽ വളരെ മനോഹരങ്ങളായിട്ടുള്ള മൗണ്ടൻസിനെ കണ്ടപ്പോൾ ആ മൗണ്ടൻസൊക്കെ പോയി കാണാനായിട്ടാണ് അവന് ആഗ്രഹം. ഐ വിഷ് ഐ കുഡ് സെയിൽ ഡൗൺ ദ ആമസോൺ റിവർ ഇൻ സൗത്ത് അമേരിക്ക ഓൺ എ റാഫ്റ്റ്. അതുപോലെ തന്നെ അവൻ്റെ അടുത്ത ആഗ്രഹമാണ് ആമസോൺ നദിയിലൂടെ സഞ്ചരിക്കണം എന്നുള്ളത്. ഒരു റാഫ്റ്റിൽ, ഒരു ചങ്ങാടത്തിൽ സഞ്ചരിക്കണമെന്നുള്ളത് അവൻ്റെ വലിയ ആഗ്രഹമാണ്. ഐ വോണ്ട് ടു ലീവ് ഇൻ ദ ബീച്ചസ് ഓഫ് ഐ വോണ്ട് ടു ലീവ് ഓൺ ദ ബീച്ചസ് of Lakshadweep and dive down to see coral.
അപ്പം അതുപോലെ തന്നെ അവൻ്റെ വലിയൊരു ആഗ്രഹമാണ് ലക്ഷദ്വീപ് ഐലൻഡ്സിലേക്ക് പോകണമെന്നും ഇവിടുത്തെ കോറൽ ഇത് കാണണമെന്നുള്ളതും, അതായത് പവിഴപ്പുറ്റുകളൊക്കെ കാണണമെന്ന് അവന് വലിയ ആഗ്രഹമാണ്. ഐ സപ്പോസ് ഐ ഷുഡ് ഗോ ടു ദ കൊണാർക്ക് ടെമ്പിൾ ഇൻ ഒറീസ or the old city in Beijing in China and the pyramids in Egypt too. But what I actually enjoy is seeing nature more than old buildings. അപ്പം രോഹിത്തിനെ സംബന്ധിച്ചിടത്തോളം യാത്രയാണ് അവൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. ഒരുപാട് നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ കാണാൻ അവൻ ആഗ്രഹിക്കുന്നു. ന്യൂസിലാൻഡിലെ മൗണ്ടൻസ്, ആമസോൺ നദി, അതുപോലെ തന്നെ ലക്ഷദ്വീപിൻ്റെ ബീച്ചസ്, കോറൽസ്, ഇതൊക്കെ കാണണമെന്ന് അവന് ആഗ്രഹമുണ്ട്. പിന്നീട് അവൻ പറയുന്നുണ്ട് അവന് ഒറീസയിലെ കൊണാർക്ക് ടെമ്പിൾ കാണണമെന്നും ബെയ്ജിങ് ചൈനയൊക്കെ കാണണമെന്നും പിരമിഡ്സ് കാണണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ അവനെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്ന കാര്യം എന്താണ്? നേച്ചറാണ്, പ്രകൃതിയാണ് അവനെ കൂടുതലായിട്ട് അട്രാക്റ്റ് ചെയ്യുന്നത്. അപ്പം രാധയിൽ നിന്നും നസീറിൽ നിന്നും വ്യത്യസ്തനായൊരു കുട്ടിയായിട്ടാണ് നമ്മൾ രോഹിത്തിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് സർബ്ജിത്തിൻ്റെ അടുത്തേക്കാണ്. What makes me very angry is when people don't believe me when I am telling the truth. ഇവിടെ സർബ്ജിത്തിനെ കാണുമ്പോൾ വേറിട്ടൊരു കാഴ്ചപ്പാടാണ് നമ്മൾ സർബ്ജിത്തിൽ കാണുന്നത്. വാട്ട് മേക്സ് മീ വെരി ആംഗ്രി ഈസ് വെൻ പീപ്പിൾ ഡോണ്ട് ബിലീവ് മീ വെൻ ഐ ആം ടെല്ലിങ് ദ ട്രൂത്ത്. ഞാൻ എത്ര സത്യം പറഞ്ഞാലും ആൾക്കാർ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് സർബ്ജിത്തിനെ വിഷമത്തിൽ ആക്കുന്നത്. For example, if I tell my teacher that I couldn't do my homework because Ravi borrowed my book and forgot to return it, or I tell my parents that it wasn't me but my little brother who started the fight, or if I tell my teacher that I really did study for the test even if I have got bad marks. അപ്പം അവൻ 3 എക്സാമ്പിൾസ് ഇവിടെ പറയുന്നുണ്ട്. അവൻ എപ്പോഴാണ് ദേഷ്യക്കാരനായി മാറുന്നത്? കാരണം അവൻ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്നുള്ള രീതിയിൽ ആരും കണക്കിലെടുക്കുന്നില്ല. അവൻ എന്തുകൊണ്ട് ക്ലാസ് ടീച്ചർ അവൻ്റെ ബുക്ക് ഒരാൾ ബോറോ ചെയ്ത് പോയതുകൊണ്ടാണ് അവന് ഹോംവർക്ക് ചെയ്യാൻ സാധിക്കാത്തതെന്ന് പറയുമ്പോൾ അവൻ്റെ ടീച്ചർ വിശ്വസിക്കുന്നില്ല, അവൻ്റെ പേരൻസ് അവനെ വിശ്വസിക്കുന്നില്ല. അങ്ങനെ വരുമ്പോഴാണ് സർബ്ജിത്തിന് ഒരു എന്താ പറയുക, ഒരു ആത്മരോഷം തന്നെ ഉണ്ടാകുന്നുണ്ട്. Or if I tell my teacher that I really did study for the test even if I had got bad marks, വളരെ കുറഞ്ഞ മാർക്ക് കിട്ടിയെങ്കിലും ഞാൻ വളരെ നന്നായി പഠിച്ചിരുന്നു, പക്ഷേ എക്സാമിന് എനിക്ക് നന്നായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്നുള്ള ഒരു ഡ്രോബാക്ക് ഉണ്ടെന്ന് ഒരു ടീച്ചറിനോട് പറയുമ്പോഴും അത് കൺവിൻസ്ഡ് ആവാനായിട്ട് ടീച്ചർ ശ്രമിക്കുന്നില്ല. ദേ ഓൾ ലുക്ക് അറ്റ് മീ ആസ് ഇഫ് ദേ തിങ്ക് ഐ ആം ടെല്ലിങ് ലൈസ്. സത്യം പറയുന്നൊരു കുട്ടി അവൻ സത്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നു, പക്ഷേ മറ്റുള്ളവർക്ക് അവൻ സത്യം പറയുന്നതായിട്ട് തോന്നുന്നില്ല. അവൻ്റെ ആ ഒരു അവസ്ഥയാണ് അവനെ വിഷമത്തിൽ ആക്കുന്നത്. ദ ലുക്ക് ഓൺ ദെയർ ഫേസസ് റിയലി ആങ്കേഴ്സ് മീ. സംടൈംസ് ഐ ഹാവ് ടു ലുക്ക് down at my shoes and count to 10 so that I do not show that I am angry. ഇവിടെ അവന് പേരൻസിനോടോ ടീച്ചേഴ്സിനോടോ എതിർത്ത് സംസാരിക്കാനായിട്ട് സാധിക്കുകയില്ല. അവന് ദേഷ്യം വളരെയേറെ വരുന്നുണ്ട്. അവന് ദേഷ്യം അടക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ അവൻ ദേഷ്യം അടക്കാനായിട്ട് എന്ത് ചെയ്യും? ലുക്ക് ഡൗൺ അറ്റ് മൈ ഷൂസ് ആൻഡ് കൗണ്ട് ടു 10. അതായത് 1 2 3 4 5 എന്ന് പറഞ്ഞ് 10 വരെ അവൻ എണ്ണി നോക്കണം. അത്രയും സമയം കൊണ്ട് അവനിലുണ്ടാകുന്ന ആ രോഷം അല്ലെങ്കിൽ ആ ദേഷ്യത്തിനെ കുറയ്ക്കാനായിട്ടാണ് അവനവിടെ ശ്രമിക്കുന്നത്. രാധയെ നമ്മൾ കണ്ടപ്പോൾ രാധ വളരെ കറേജിയസ് ആയിട്ടുള്ളൊരു പെൺകുട്ടിയായിട്ടാണ് നമ്മൾ കണ്ടത്, അല്ലേ? ഉയരങ്ങൾ കീഴടക്കാൻ താല്പര്യമുള്ളൊരു പെൺകുട്ടിയായിട്ടാണ് കണ്ടത്. നസീറിനെ കണ്ടപ്പോഴോ നസീറിന് റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു താല്പര്യമാണ് നമ്മൾ. രോഹിത്തിനെ കണ്ടപ്പോൾ രോഹിത്തിനെ യാത്രയോട് കമ്പമുള്ള കുട്ടിയായിട്ട് കണ്ടു. എന്നാൽ സർബ്ജിത്ത് ഈ 3 പേരിൽ നിന്നും വളരെ വ്യത്യസ്തനായിട്ടുള്ള സ്വന്തം വ്യക്തിത്വം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി വിഷമിക്കുന്നൊരു കുട്ടിയായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഇനി അടുത്ത പേജിൽ നമ്മൾ ആരെക്കുറിച്ചാണ് പഠിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഡോൾമ എന്ന് പറയുന്നൊരു പെൺകുട്ടിയെക്കുറിച്ചാണ്. When I grow up, I am going to be the Prime Minister of India. People always laugh when I say that, but I am sure that I will do it. Everyone in my class asks me what to do when they have a problem, and my teacher always trusts me when something needs to be done in school. ഇവിടെ നോക്കിയേ, ഡോൾമയുടെ ആഗ്രഹം അവൾ വളർന്ന് വലുതാകുമ്പോൾ അവൾക്ക് ആരായിട്ട് തീരണം? പ്രധാനമന്ത്രിയായിട്ട് തീരണം എന്നുള്ളതാണ് അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം. When I grow up, I am going to be the Prime Minister of India. ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആവാനായിട്ട് അവൾ ഇതവൾ പറയുമ്പോൾ പീപ്പിൾ ഓൾവേസ് ലാഫ്,
ആൾക്കാർ ചിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇത്രയും ചെറിയൊരു കുട്ടിയുടെ വലിയ സ്വപ്നമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തീരണമെന്നുള്ളത്. അത് കേൾക്കുമ്പോൾ മറ്റുള്ളവർ അവളെ നോക്കി കളിയാക്കി ചിരിക്കുന്നതാണ് അവൾ കാണുന്നത്. ഇവൾക്ക് ഇങ്ങനെയൊരു തോന്നലുണ്ടാവാനുള്ള കാരണം എന്താണെന്ന് നോക്കി. ഐ ആം ഷുവർ ദാറ്റ് ഐ വിൽ ഡു ഇറ്റ്. എനിക്കതിന് സാധിക്കുമെന്ന് അവൾക്ക് തന്നെ കോൺഫിഡൻസ്. എന്തുകൊണ്ട്? എവ്രി വൺ ഇൻ മൈ ക്ലാസ് ആസ്ക് മീ വാട്ട് ടു ഡു വെൻ ദേ ഹാവ് എ പ്രോബ്ലം. എല്ലാ കുട്ടികൾക്കും എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ അവരൊക്കെ തന്നെ സമീപിക്കുന്ന ഡോൾമയാണ്. ഇനി മാത്രമല്ല അവളോട് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. മൈ ടീച്ചർ ഓൾവേസ് ട്രസ്റ്റ് മീ വെൻ സംതിങ് നീഡ്സ് ടു ബി ഡൺ ഇൻ സ്കൂൾ. സ്കൂളിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവളുടെ ടീച്ചർ അവളെ വളരെയേറെ വിശ്വസിച്ച് ഉത്തരവാദിത്തം അവളെ ഏൽപ്പിക്കുന്നു. ഐ വോണ്ട് ടു മേക്ക് തിങ്സ് ബെറ്റർ ഫോർ എവരി വൺ. അവളുടെ സ്വപ്നവും അതുതന്നെയാണ്. ഐ വോണ്ട് ടു മേക്ക് തിങ്സ് ബെറ്റർ ഫോർ എവരി വൺ. എല്ലാവർക്കും വേണ്ടി നല്ലത് ചെയ്യുക എന്നുള്ളത്. ഐ വോണ്ട് us to have good hospitals, roads and schools. I want to make sure that there are many good scientists in India who will invent cures for diseases and send a spaceship to Mars. വലിയ സ്വപ്നങ്ങളുടെ ആളാണ് ഡോൾമ. അപ്പോൾ ഡോൾമയ്ക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാനും രാജ്യത്തിന് വേണ്ടി എന്തൊക്കെ നന്മകൾ ചെയ്യണം എന്നുള്ള ചിന്താഗതിയുള്ള ഒരു പെൺകുട്ടിയായിട്ടാണ് നമ്മൾ ഡോൾമയെ കാണുന്നത്. ഡോൾമയ്ക്ക് ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് ഉണ്ട്. ഇവിടെ കണ്ടില്ലേ, ഇൻവെൻറ്റ് ക്യൂവേഴ്സ് ഡിസീസസ് ഫോർ ഡിസീസസ് ആൻഡ് സെൻഡ് സ്പേസ്ഷിപ്പ് ടു മാസ്. ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ അവൾക്കുണ്ട്. അപ്പം അവൾക്കൊരു ലോജിക്ക്, റീസൺ എന്താണ്, നല്ല സ്കൂളുകൾ, റോഡുകൾ, ഹോസ്പിറ്റൽസൊക്കെ രാജ്യത്തുണ്ടാക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പം നമ്മൾ ഈ ഇത്രയും നേരം കണ്ട കുട്ടികളിൽ നിന്ന് എത്രയോ വളരെ വ്യത്യസ്തമായ ചിന്താഗതിയുള്ളൊരു പെൺകുട്ടിയാണ് ഡോൾമ. ഇനി ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ പീറ്ററിനെയാണ് കാണുന്നത്. ഇനി പീറ്റർ എങ്ങനെയിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. My favorite day is the second Sunday of every month. On this day, our whole family always goes to the cinema hall to see a film. My father gets the tickets in advance and all of us, my grandmother, my parents and my two brothers and I take the bus there. In the interval, my father buys us peanuts and love to sit in the darkness of the hall eating and watching the film. ഇവിടെ പീറ്ററിനെ കാണുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പയ്യനെയാണ് നമ്മൾ കാണുന്നത് അല്ലേ, ഒരു കുട്ടിയാണ് നമ്മൾ കാണുന്നത്. അവൻ ഫാമിലി ഓറിയൻറ്റഡ് ആണ് അല്ലേ, അവൻ്റെ വീട്ടുകാരുമായിട്ട് സമയം ചെലവഴിക്കാൻ വളരെയേറെ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയായിട്ട് കാണുന്നത്. അപ്പോൾ മൈ ഫേവറേറ്റ് ഡേ ഈസ് ദ സെക്കൻഡ് സൺഡേ ഓഫ് എവരി മന്ത്. എല്ലാ മാസത്തിൻ്റെയും രണ്ടാമത്തെ ഞായറാഴ്ച ദിവസമാണ് അവന് ഇഷ്ടം. കാരണം ആ ദിവസമാണ് അവൻ്റെ കുടുംബം ഒന്നാകെ ഒരു ഫിലിം കാണാനായിട്ട് പോകുന്നത്. ആരൊക്കെയുണ്ട്? മൈ ഗ്രാൻഡ് മദർ, മൈ പേരൻസ്, മൈ ടു ബ്രദേഴ്സ്. ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് അവർ ഫിലിം കാണാനായിട്ട് പോകുന്നത്. ആ ഫിലിം കാണുന്നതിൻ്റെ ഇടയിൽ അവൻ്റെ ഫാദർ എന്ത് ചെയ്യും? ബൈസസ് പീനട്ട്സ് ആൻഡ് ലവ് ടു സിറ്റ് ഇൻ ദ ഡാർക്ക്നെസ് ഓഫ് ദ ഹോൾ ഈറ്റിംഗ് ആൻഡ് വാച്ചിങ് ദ ഫിലിം. ആഫ്റ്റർവേഴ്സ് വി ഓൾവേസ് സ്റ്റോപ്പ് ടു ഈറ്റ് ഐസ്ക്രീം. മാത്രമല്ല സിനിമ കണ്ടു കഴിഞ്ഞാലോ ഐസ്ക്രീം കഴിക്കുകയും ചെയ്യും. എവരി വൺ ഇൻ എ ഗുഡ് മൂഡ് ആൻഡ് വി ഓൾ ഫീൽ വെരി ലക്കി ദറ്റ് വി ആർ സച്ച് എ ഹാപ്പി ഫാമിലി. ഇവിടെ കുടുംബവുമായി ഒത്തുചേർന്ന് പോകുന്ന ഒരു കുട്ടിയെയാണ് നമ്മൾ കാണുന്നത്. എല്ലാവരുമായിട്ട് ഒത്തുചേർന്ന് സന്തോഷത്തോടെ പോകുന്ന ഒരു ഫാമിലിയിൽപ്പെട്ട കുട്ടിയായിട്ടാണ് നമ്മൾ പീറ്ററിനെ കാണുന്നത്. ഈ കണ്ട കുട്ടികളെല്ലാം തന്നെ ഓരോരുത്തരും ഒന്നിനൊന്ന് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളും ചിന്തകളും ഉള്ള കുട്ടികളാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഈ ചെറിയ ഡിസ്ക്രിപ്ഷനിലൂടെ നമുക്ക് സാധ്യമായിട്ടുണ്ട്. Working with the text, answer the following questions. Peter's favorite day of the week is Sunday because on that day his whole family goes to the cinema hall to see the film. Peter's favorite day of the week is Sunday because on that day his whole family goes to the cinema hall to see the film. Second one, Nasir wants to learn how to preserve seeds so that he can use them again and not spend money every year on seeds. Nasir wants to learn how to preserve seeds so that he can use them again and not spend money every year on seeds. Third one, Dolma believes that she can make a good prime minister because everyone in her class asks her what to do when they have a problem. Moreover, her teacher to trust her. Okay? Dolma believes that she can make a good prime minister because everyone in her class asks her what to do when they have a problem. Moreover, her teacher to trust her.
Write true or false against each of the following statements. First one, Peter is an only child. പീറ്റർ ഒരു കുട്ടി മാത്രമേ ഉള്ളൂ. ഫോൾസ് ആണ്. ഇവിടെ രണ്ട് ബ്രദേഴ്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. സെക്കൻഡ് വൺ, വെൻ സർബ്ജിത്ത് ഗെറ്റ് ആംഗ്രി ഹീ ഷൗട്ട്സ് അറ്റ് ദ പീപ്പിൾ. നോ, അവൻ എന്ത് ചെയ്യും? ലുക്കിംഗ് ഡൗൺ ടു ദ ഷൂസ് ആൻഡ് കൗണ്ട് 1 2 3. തേർഡ് വൺ, നസീർ ലീവ്സ് ഇൻ ദ സിറ്റി. ഫോൾസ്, അവൻ ഗ്രാമത്തിൽ ജീവിക്കുന്നത്. രാധാസ് മദർ എൻജോയ്സ് ഡൂയിങ് തിങ്സ് വിത്ത് ഹെർ. രാധയുടെ അമ്മ അവളുമായിട്ട് പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടാനായിട്ട് ഇഷ്ടപ്പെടുന്നു. ദാറ്റ് ഈസ് ട്രൂ. Turn the page. Here, working with the text. Fill in the blanks to name the different kinds of intelligence. നേരത്തെ കണ്ടിരുന്നു, ഓരോ ഇൻ്റലിജൻസിനെ കുറിച്ച് നമ്മൾ കണ്ടിരുന്നു. ആ ഇൻ്റലിജൻസ് ഈ ഓരോ കോണ്ടെക്സ്റ്റിലും ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. One has been done for you. When I enjoy listening to people and solving their problems, I use മൈ ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ്. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഏതെൻ്റെ ഇൻ്റലിജൻസാണ്? ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസാണ്. വെൻ ഐ എൻജോയ് ഡാൻസിങ് ഓർ ഫിസിക്കൽ ആക്ടിവിറ്റി ഐ യൂസ് മൈ ബോഡിലി ഇൻ്റലിജൻസ്. വെൻ ഐ എൻജോയ് ലുക്കിംഗ് അറ്റ് മാപ്സ് ആൻഡ് എക്സാമിനിങ് പിക്ചേഴ്സ് ഐ യൂസ് മൈ വിഷ്വൽ ഇൻ്റലിജൻസ്. വെൻ ഐ എൻജോയ് വർക്കിംഗ് വിത്ത് നമ്പേഴ്സ് ആൻഡ് സോൾവിങ് മാത്സ് പ്രോബ്ലംസ് I use my mathematical intelligence. When I enjoy telling a story or arguing, I use my verbal intelligence. Working with a language. ഇനി ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്. ആ വാക്കുകൾക്ക് ചേരുന്ന ആൻസേഴ്സ് ഏതാണെന്ന് നമുക്കൊന്ന് നോക്കാം. മാച്ച് ദ ജോബ് ഓൺ ദ ലെഫ്റ്റ് വിത്ത് ദ ഡിസ്ക്രിപ്ഷൻ ഓൺ ദ റൈറ്റ്. നാവിഗേറ്റർ. നാവിഗേറ്റർ മീൻസ് finds and monitors the route to get to a place or the direction of travel. Second one, architect. Second one, architect. Plans the design of a building, town or city. Plans the design of a building, town or city. Third one, politician. Works in politics usually by standing for election. Fourth one, engineer. Designs and builds things like roads, bridges or engines. Fifth one, computer programmer. Designs the system by which a computer runs or gives information. Sixth one, athlete. Works in sports or activities such as running, jumping, etc. Seventh one, disc jockey. Controls and puts together a program of music. 8th one, composer. Makes up notes to create music. 9th one, counselor. Advises people what to do about jobs, personal problems, etc. 10th one, journalist. Reports on recent news for newspaper, radio or TV. ഇവിടെ തന്നിരിക്കുന്ന ഓരോ ജോബുകളും ആ ജോബുകൾ എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് ഇവിടെ മാത്സ് ഫോളോയിങ്ങിൽ നമ്മൾ കണ്ടത്. ഓക്കെ, താങ്ക് യു.